Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സുനാക്കിന്റെ പാർലമെന്റിലെ ചോദ്യോത്തരവേളയ്ക്കിടെ ടോറി MP കൂറുമാറി ലേബറിനോടൊപ്പം. കൗൺസിൽ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പ്രധാനമന്ത്രി ഋഷി സുനാക്കിന് സ്വന്തം പാളയത്തിൽ നിന്നും തിരിച്ചടി. സ്വന്തം പാർട്ടിയിലെ MP കൂറുമാറ്റമാണ് സുനാക്കിന് ലഭിച്ച പുതിയ തിരിച്ചടി. ഡോവറിൽ നിന്നുള്ള കൺസർവേറ്റീവ് MP നടാലി എൽഫിക്കാണ് പാർട്ടി നയങ്ങളിൽ പ്രതിഷേധിച്ച് ലേബർ പാർട്ടിയിലേക്ക് കൂറുമാറിയത്. സുനാക്കിന്റെ കീഴിൽ കൺസർവേറ്റീവ് പാർട്ടി കഴിവുകേടിന്റെയും വിഭാഗീയതയുടെയും പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് അവർ തുറന്നു പറഞ്ഞു. എന്നാൽ എൽഫിക് നേരത്തെ ഒരു പ്രസിദ്ധീകരണത്തിനായി എഴുതിയ ലേഖനം ഉയർത്തിക്കാട്ടിയാണ് ഭരണകക്ഷി എൽഫിക്കിനെതിരെ ആക്രമണത്തിന്റെ കുന്തമുന തിരിക്കുന്നത്. നേരത്തെ ഒരു ലേഖനത്തിൽ അവർ എഴുതിയത് കുടിയേറ്റ വിഷയത്തിൽ ലേബർ പാർട്ടിയെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുമായി എത്തുന്ന ചെറുബോട്ടുകൾ തടയുവാനോ ബയോസെക്യൂരിറ്റി കാര്യക്ഷമമാക്കുന്നതിനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു എൽഫിക് ആരോപിച്ചത്. എന്നാൽ ബോട്ടുകൾ തടയുന്നത് ലേബർ പാർട്ടിക്ക് കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുമെന്ന് ലേബർ MPമാർ പോലും വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഗ്രീമേത്തോർപ്പിൽ ബോംബ് ഭീഷണി, 100ലധികം വീടുകൾ ഒഴിപ്പിച്ചു, ഒരു സ്ത്രീയും പുരുഷനും കസ്റ്റഡിയിൽ. സംശയാസ്പദമായ രീതിയിലുള്ള വസ്തുക്കൾ കണ്ടതിനെ തുടർന്ന് ഗ്രീമേത്തോർപ്പിലെ 100ലധികം വീടുകൾ ഒഴിപ്പിച്ചു. ബ്രിയർലി റോഡിലാണ് നിരവധി വസ്തുക്കൾ കണ്ടെടുത്തത്. പ്രദേശത്തിന് 100 മീറ്റർ ചുറ്റളവിൽ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ടെന്ന് സൗത്ത് യോർക്ക്ഷയർ പോലീസ് അറിയിച്ചു. സംഭവത്തെ തുടർന്ന് 130 വീടുകളിൽ നിന്ന് അടിയന്തരമായി താമസക്കാരെ ഒഴിപ്പിച്ചു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ ഒഴിപ്പിച്ചവരെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സുരക്ഷാ വലയം 60 മീറ്ററാക്കി കുറയ്ക്കുകയും ചെയ്തു. നിലവിൽ 3 വീടുകളാണ് ഈ പരിധിയിൽ വരുന്നത്. ഭീഷണിയെ തുടർന്ന് അടച്ച പ്രദേശത്തെ എല്ലാ റോഡുകളും തുറന്നു കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഇവിടെ പോലീസ് നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തോട് ബന്ധപ്പെട്ട് 58ഉം 57ഉം വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനെയും സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. റോയൽ ലോജിസ്റ്റിക് കോർപ്സ് ബോംബ് ഡിസ്പോസൽ ട്രാക്ക് ഉൾപ്പെടെ നിരവധി എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥരും വാഹനങ്ങളും സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയിരുന്നു. പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെയും വീടിന്റെയും ഉള്ളിലാണ് സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വീടുകളിൽ നിന്ന് താൽക്കാലികമായി ഒഴിപ്പിച്ചവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമില്ലെങ്കിൽ തങ്ങുന്നതിനായി സെന്റ് കത്തീഡ്രലിൽ ഒരു വിശ്രമ കേന്ദ്രം തുറന്നിരുന്നു. ഓസ്ട്രേലിയൻ വിദ്യാർത്ഥി വിസയ്ക്ക് ഇനി 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് വേണം. വിദേശ വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം കുറയ്ക്കാൻ കൂടുതൽ നിയന്ത്രണ നടപടികൾ. നിയമപരമായ കുടിയേറ്റം റെക്കോർഡ് നിലയിലെത്തിയതോടെ കുടിയേറ്റ നിയന്ത്രണത്തിന് കർശനമായ നയങ്ങളുമായി ഓസ്ട്രേലിയയും രംഗത്ത്. കുടിയേറ്റ നിയന്ത്രണത്തോടൊപ്പം വിദ്യാർത്ഥികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള വിസയിലാണ് ഇപ്പോൾ കർശന നയം കൊണ്ടുവരുന്നത്. ഓസ്ട്രേലിയയിലേക്കുള്ള സ്റ്റുഡന്റ് വിസ ഇനി മുതൽ കൂടുതൽ ചെലവേറിയതാകും. വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമമനുസരിച്ച് സ്റ്റുഡന്റ് വിസ ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾ ചുരുങ്ങിയത് 29,710 ഓസ്ട്രേലിയൻ ഡോളറിന്റെ സേവിങ്സ് കാണിക്കേണ്ടി വരും. കഴിഞ്ഞ 7 മാസക്കാലത്തിനിടയിൽ ഇതിൽ വരുത്തുന്ന രണ്ടാമത്തെ വർധനവാണിത്. കുടിയേറ്റം കുറയ്ക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശവും. ജോലി ചെയ്യാതെ നഷ്ടപ്പെട്ട വർഷങ്ങളിലെ നാഷണൽ ഇൻഷുറൻസ് അടച്ചാൽ ഫുൾ സ്റ്റേറ്റ് പെൻഷനും ലഭിക്കും. ഒരു നിശ്ചിത കാലയളവിൽ ജനിച്ച എല്ലാവർക്കും സർക്കാരിൽ നിന്നും 6,100 പൗണ്ട് വരെ ലഭിച്ചേക്കും. എന്നാൽ അതിനായി അപേക്ഷിക്കാൻ ഇനി അധികം സമയം ഉണ്ടാകില്ല. നാഷണൽ ഇൻഷുറൻസിൽ അടയ്ക്കാൻ കഴിയാതെ പോയ തുക അടച്ച് ഫുൾ സ്റ്റേറ്റ് പെൻഷന് അർഹത നേടുവാനുള്ള അവസാന ദിവസം അതിവേഗം അടുത്തു വരികയാണ്. ഇക്കാര്യം പരിശോധിച്ച് നടപടി എത്രയും വേഗം എടുക്കണമെന്ന് മണി സേവിങ്സ് എക്സ്പേർട്ട് മാർട്ടിൻ ലൂയിസ് നിർദ്ദേശിക്കുന്നു. 2016 പുതിയ സ്റ്റേറ്റ് പെൻഷൻ കൊണ്ടുവന്നത്. 1951 ഏപ്രിൽ 5 ശേഷം ജനിച്ച എല്ലാ പുരുഷന്മാർക്കും 1953 ഏപ്രിൽ 5 ശേഷം ജനിച്ച എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. 2025 ഏപ്രിൽ മാസം വരെയാണ് ഈ അപേക്ഷയ്ക്കുള്ള കാലാവധി. ഇനി നാട്ടിലെ വാർത്തകൾ. ടെസ്റ്റിന് വാഹനം നൽകാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ. സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് എടുക്കാമെന്ന് MVD. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാമെന്ന നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കൃത്യമായ രേഖകൾ കൈവശമുണ്ടായിരിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് വകുപ്പ് നൽകിയിട്ടുള്ളത്. ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ടെസ്റ്റിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടരുന്നത്. പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ ടെസ്റ്റിന് വിട്ടു നൽകാതെയാണ് പ്രതിഷേധം തുടരുന്നത്. പങ്കെടുക്കാൻ സന്നദ്ധരായവർക്ക് പോലും ഇത് കാരണം ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ജീവനക്കാരുടെ സമരം. എയർ ഇന്ത്യയുടെ കൂടുതൽ സർവീസുകൾ റദ്ദാക്കി. എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം ഇന്നത്തെ സർവീസുകളെയും ബാധിച്ചു.
ജീവനക്കാർ പണിമുടക്ക് തുടരുന്നതിനാൽ കണ്ണൂരിലും കരിപ്പൂരിലും 2ാം ദിവസവും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ റദ്ദാക്കിയത് 3 സർവീസുകളാണ്. അൽ ഐൻ, ജിദ്ദ, ദോഹ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് റദ്ദാക്കിയത്. ഷാർജ, അബുദാബി, ദമാം, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് റദ്ദാക്കിയത്. രാവിലെ 8-ന് പുറപ്പെടേണ്ട അൽ ഐൻ സർവീസ്, 8:50-നുള്ള ജിദ്ദ, 9:30-നുള്ള ദോഹ എന്നിവയാണ് റദ്ദാക്കിയ സർവീസുകൾ. 8:30-ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. കണ്ണൂരും കരിപ്പൂരും യാത്രക്കാർ ബഹളം വെച്ചു. തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായി. നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ റദ്ദാക്കിയത്. അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കിയത് മൂലം 100 കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലാഴ്ത്തിയത്. കേരളത്തിൽ പെൻഷൻ പ്രായം കൂട്ടിയേക്കാൻ സാധ്യത. തീരുമാനം മുഖ്യമന്ത്രി വന്നതിന് ശേഷം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാകും. 16,638 പേരാണ് മെയിൽ പെൻഷനാകുന്നത്. ഇവർക്ക് ആനുകൂല്യം നൽകാൻ 9,151.31 കോടി രൂപ കണ്ടെത്തണം. വിരമിക്കൽ ആനുകൂല്യ വിതരണം നീട്ടൽ, പെൻഷൻ പ്രായം ഏകീകരിച്ച് 1 വർഷം നീട്ടൽ എന്നിവയിലൊന്ന് സർക്കാർ ആലോചിക്കുന്നു. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷമാകും തീരുമാനം. പ്രായം ഏകീകരണത്തോട് കടുത്ത എതിർപ്പുയർന്നേക്കും. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷനാണ് കൂടുതൽ സാധ്യത. അതേസമയം വിരമിക്കൽ ആനുകൂല്യം കൂടുതൽ പലിശ നൽകി ട്രഷറി നിക്ഷേപമായി കണക്കാക്കി സാവകാശം തേടുന്നതും ആലോചിക്കുന്നു. ഇത് സംബന്ധിച്ച് ജീവനക്കാർക്ക് ഓപ്ഷൻ നൽകും. ആനുകൂല്യ വിതരണം ഏറെ നീണ്ടാൽ പെൻഷൻകാർ കോടതിയിൽ പോയേക്കുമെന്ന സാധ്യത കണ്ടാണ് ട്രഷറി നിക്ഷേപമാക്കുന്നത്. 14 ലക്ഷം മുതൽ 1.25 കോടി രൂപ വരെയാണ് ഒരാൾക്ക് പെൻഷൻ ആനുകൂല്യമായി നൽകേണ്ടി വരിക. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ മാറ്റം. ഓരോ വിഷയത്തിനും ജയിക്കാൻ 12 മാർക്ക് മിനിമം വേണം. ഓൾ പാസ് ഒഴിവാക്കും. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷാ രീതി മാറ്റുമെന്ന പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓരോ വിഷയത്തിനും ജയിക്കാൻ 12 മാർക്ക് മിനിമം വേണമെന്ന രീതിയിലാകും അടുത്ത വർഷം മുതലുള്ള പരീക്ഷാ രീതി. മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിലവിൽ നിരന്തര മൂല്യനിർണ്ണയം, എഴുത്ത് പരീക്ഷ എന്നിവ രണ്ടും ചേർത്ത് ആകെ 30% മാർക്ക് നേടിയാൽ മതി. അതായത് 100 മാർക്കിന്റെ എഴുത്ത് പരീക്ഷയിൽ വിദ്യാർത്ഥി ജയിക്കുവാൻ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ 20 മാർക്കിനൊപ്പം കേവലം 10 മാർക്ക് നേടിയാൽ വിജയിക്കാനാകും. അടുത്ത SLC പരീക്ഷ നിലവിൽ ഹയർ സെക്കൻഡറി പരീക്ഷ പോലെ പരിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. അവസാന നിമിഷങ്ങളിലെ അത്ഭുതം തുടർന്ന് റയൽ. ബയേണിനെ മറികടന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. ചാമ്പ്യൻസ് ലീഗിൽ അവസാന നിമിഷങ്ങളിൽ പുറത്തെടുക്കാറുള്ള അത്ഭുതങ്ങൾ തുടർന്ന് റയൽ മാഡ്രിഡ് ഫൈനലിൽ. സെമി ഫൈനൽ 2ാം പാദ മത്സരത്തിൽ 87-ാം മിനിറ്റ് വരെ 1 ഗോളിന് മുന്നിലായിരുന്ന ബയേൺ മ്യൂണിക്കിനെതിരെ 88-ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിലും ഹൊസേലു നേടിയ ഗോളുകൾ ജയം സ്വന്തമാക്കി റയൽ ഫൈനൽ കടന്നു. സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളിന്റെ ജയം. ആദ്യ പാദത്തിൽ ബയേണിനെ അവരുടെ മൈതാനത്ത് 2-2 തളച്ച റയൽ ഇരുപാദങ്ങളിലുമായി 4-3 ജയത്തോടെയാണ് ഫൈനലിൽ കടന്നത്. ജൂൺ 2-ന് ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ റയൽ ബൊറൂസിയ ഡോട്ട്മുണ്ട്സിനെ നേരിടും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.22 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.